നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. ജൂലൈ 5-ന് എന്ത് സംഭവിക്കുമെന്ന ഭീതിയിൽ ലോകം. ജാപ്പനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തത്സുകിയുടെ പ്രവചനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ജപ്പാനും ചൈനയും തായ്വാനുമൊക്കെ. പുതിയ വാങ്കയുടെ പ്രവചനത്തിന് പിന്നാലെ 76 മണിക്കൂറിനുള്ളിൽ 500-ലധികം ചെറുചലനങ്ങൾ തെക്ക് പടിഞ്ഞാറൻ ടൊക്കാര ദ്വീപിനെ പിടിച്ചുലച്ചത് പേടിയുടെ വ്യാപ്തി കൂട്ടി. ജൂലൈ 5-ന് ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന തത്സുകിയുടെ പ്രവചന കുരുക്കിൽപ്പെട്ട് ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. കോവിഡ് വ്യാപനവും 2011-ലെ സുനാമിയുമൊക്കെ നേരത്തെ തത്സുകി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകർ അവകാശപ്പെടുന്നത്. ആശങ്കാജനകമായ ഒരു സംഭവ വികാസം എന്ന നിലയിൽ നിയമപരമായി ആവശ്യമായ US ദേശീയ കാലാവസ്ഥാ വിലയിരുത്തലുകൾ ഹോസ്റ്റ് ചെയ്യുന്ന നിരവധി പ്രധാന വെബ്സൈറ്റുകൾ ഓഫ്ലൈനിലേക്ക് പോയി. ഇത് രാജ്യത്തുടനീളമുള്ള ആസൂത്രകർ, പൊതുജനങ്ങൾ, നയരൂപകർത്താക്കൾ എന്നിവർക്ക് നിർണായകമായ കാലാവസ്ഥാ ഡാറ്റയിലേക്കുള്ള ആക്സസ് വെട്ടിക്കുറച്ചു. അസോസിയേറ്റ് പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം നാഷണൽ ക്ലൈമറ്റ് അസസ്മെന്റിന്റെയും US ഗ്ലോബൽ ചേഞ്ച് റിസർച്ച് പ്രോഗ്രാമിന്റെയും വെബ്സൈറ്റുകൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഓഫ്ലൈൻ ആയിരുന്നു. അറിയിപ്പുകളോ ലിങ്കുകളോ റീഡയറക്ടറുകളോ നൽകിയിട്ടില്ല. റഷ്യയുമായുള്ള യുദ്ധം രൂക്ഷമാകുമ്പോൾ ഉക്രൈനിന്റെ ഒരു അവശ്യ തന്ത്രപരമായ പങ്കാളിയായ റെയിൽ മെറ്റാൽ പുതിയ മീഡിയം ലാർജ് കാലിബർ വെടിയുണ്ടകൾ വിതരണം ചെയ്തു വരികയാണ്. പീരങ്കി വെടിയുണ്ടകൾ മുതൽ വിമാന വിരുദ്ധ തോക്ക് വരെ ഏറ്റവും വലിയ ജർമ്മൻ നിർമ്മാതാവ് റഷ്യക്കെതിരായ പ്രതിരോധം കെട്ടിപ്പടുക്കുന്നതിൽ ഉക്രൈനെ സഹായിച്ചു വരികയാണ്. ലുഹാൻസ് പീപ്പിൾ റിപ്പബ്ലിക്കിന്റെ തലവനായി റഷ്യ നിയമിച്ച ലിയോണിക് പെസ്കെനിക് ജൂലൈ 1-ന് നടത്തിയ പ്രസ്താവന പ്രകാരം റഷ്യ ഉക്രൈനിലെ ലുഹാൻസ്ക് മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുന്നു. 2014-ൽ ക്രിമിയ പിടിച്ചടക്കിയതിനു ശേഷം മോസ്കോ ഏതെങ്കിലും ഉക്രൈനിയൻ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അവകാശപ്പെടുന്ന ആദ്യ സംഭവമാണിത്. 26,700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ലുഹാൻസ്ക് അധിനിവേശത്തിന്റെ പിടിയിൽ വീഴുന്ന 4 ഉക്രൈനിയൻ പ്രദേശങ്ങളിൽ ആദ്യത്തേതാണ്. വെക്മാൻ സ്റ്റോറുകളിൽ വിൽക്കുന്ന ചോക്ലേറ്റ് മിഠായിക്ക് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രകാരം പാലിൽ നിന്ന് അലർജി ഉണ്ടാകുന്ന ഒരുതരം അലർജി കാരണം തിരിച്ചു വിളിച്ചു. ഒഹായിലെ വാറണിലുള്ള മെല്ലസ് ഫാമിലി ബ്രാൻഡഡ് കാലിഫോർണിയ ഇൻകോർപ്പറേറ്റഡ് നിർമ്മിക്കുന്ന വെക്മാൻ സെമി സ്വീറ്റ് ചോക്ലേറ്റ് നോൺ പാരൈൽസ് ആണ് ബാധിച്ച ഉൽപ്പന്നം. പാക്കേജിംഗിൽ പാൽ ഒരു ചേരുവയായി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരിച്ചുവിളിക്കൽ പ്രഖ്യാപിച്ചത്. വിതരണക്കാരന്റെ നിർമ്മാണ പ്രക്രിയയിലെ താൽക്കാലിക തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് സിറാക്കൂസ് റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിനായുള്ള അന്തിമ നിർദ്ദേശമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഹമാസിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധാനന്തര ഗാസയിൽ ഹമാസ് ഉണ്ടാകില്ലെന്ന് നെതന്യാഹു പറഞ്ഞു. 2016-ലെ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കാൻ റഷ്യ നടത്തിയ ശ്രമങ്ങളെ US ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്തിയ രീതിയിലെ നടപടിക്രമങ്ങളിലെ പിഴവുകൾ CIA-യുടെ പുതിയ അവലോകനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വോട്ട് സ്വാധീനിക്കാൻ ഒരു പ്രചാരണം നടത്തിയെന്ന കാതലായ നിഗമനത്തെ അത് തിരുത്തിയിട്ടില്ല. മാലിയിലെ ഒരു സിമന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന 3 ഇന്ത്യക്കാരെ നിരോധിത ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഭീകരർ തട്ടിക്കൊണ്ടുപോയതായി വ്യാഴാഴ്ച ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പടിഞ്ഞാറൻ മാലിയിലെ കേസിലെ ഡയമണ്ട് സിമെന്റിൽ വൻ ആയുധധാരികളായ ആക്രമികൾ ഏകോപിത ആക്രമണം നടത്തിയപ്പോഴാണ് സംഭവം. ആക്രമണത്തിനിടെ തോക്കുധാരികൾ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ബന്ദികളാക്കിയതായി പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ന്യൂയോർക്കിൽ പഠിക്കുന്ന 26-കാരിയായ തായ് മോഡലിനെ ബ്രൂക്ലിൻ സബ്വേ സ്റ്റേഷനിൽ വെച്ച് ജാമ്യത്തിലിറങ്ങിയ ഒരാൾ അക്രമാസക്തമായി ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഇത് പൊതുസുരക്ഷയും ജാമ്യ പരിഷ്കരണ പരാജയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും വീണ്ടും ഉയർത്തി. ഫോർബ്സ് റിയൽ ടൈം ബില്യണയർ ലിസ്റ്റ് പ്രകാരം ചൈനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനായി മാറിയിരിക്കുകയാണ് 38-കാരനായ വാങ് നിങ്. ചൈനയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ 10-ാം സ്ഥാനത്താണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. ഒരൊറ്റ വർഷം കൊണ്ടാണ് ചൈനയിലെ 10-ാമത്തെ ധനികനായി വാങ് നിങ് മാറിയത്. ആഗോള തലത്തിൽ തന്നെ ഏറ്റവും ട്രെൻഡിംഗ് ആയ ലബുബു പാവകളുടെ നിർമ്മാതാവാണ് വാങ് നിങ്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.